ഈ മാറ്റിവെച്ച 10th പ്രിലിംസ് അതുപോലെ തന്നെ VF എക്സാം ഒക്കെ വരികയാണല്ലോ, അതിൽ സയൻസിൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാം. നിങ്ങൾ ഈ ക്ലാസ്സുകളൊക്കെ ഒന്ന് കാണും. അപ്പോൾ നമ്മൾ ബയോളജിയിലെ ചില ചോദ്യങ്ങളാണ് ഈ അടുത്ത എക്സാമുകളിൽ ചോദിച്ച ചോദ്യങ്ങൾ. അതിൽ നിന്ന് SCERT പാഠഭാഗത്തെ പോയിന്റ്, അതായത് ഇനി പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള പോയിന്റുകളുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. അപ്പോൾ ബയോളജി മനസ്സിലാവില്ല എന്ന് വിചാരിക്കേണ്ട, സിമ്പിളാണ്. ആദ്യത്തെ ചോദ്യം നോക്കൂ, നിരന്തരം ചോദിക്കുന്ന ചോദ്യമാണ്. ഒരു പ്രസ്താവന ടൈപ്പാക്കി തന്നേ ഉള്ളൂ. ജീവികളുടെ അഭാവത്താൽ മനുഷ്യരിൽ ഉണ്ടാകുന്ന അപര്യാപ്തത രോഗങ്ങളുടെ ലക്ഷണങ്ങളിൽ ചിലതാണ് താഴെ നൽകിയിരിക്കുന്നത്. ഡയറക്റ്റായിട്ട് അപര്യാപ്തത രോഗങ്ങൾ തന്നിട്ടില്ല എന്ന് മാത്രം, ഇവിടെ ലക്ഷണങ്ങൾ തന്ന് ഏതാണ് അപര്യാപ്തത രോഗം എന്ന് പറഞ്ഞു. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട്, ലക്ഷണങ്ങൾ ടെക്സ്റ്റ് ബുക്കിലുള്ളത് പഠിച്ചു വെക്കണം എന്നുള്ളത്. അപ്പോൾ അതിനുള്ള ഒരു ഉത്തരമാണ് ഇവിടെ കണ്ടുവോ? ഈ ലക്ഷണങ്ങൾ ഏത് പോഷകങ്ങളുടെ കുറവിനോടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഇപ്പോൾ കുട്ടികളിൽ എല്ലുകൾ വളയുക, മൃദുവാകുക, എല്ലുപൊട്ടലുകൾ ഉണ്ടാവുക, ഇത് ജീവകം ഡിയുമായി ബന്ധപ്പെട്ടതാണ്. നിങ്ങൾക്കറിയാം അല്ലേ? എല്ലിൻ്റെയും പല്ലിൻ്റെയും വളർച്ചയ്ക്ക് ആവശ്യമായ വിറ്റാമിനാണ് ജീവകം ഡി. ജീവകം ഡി ആണ് നമ്മളെ കാൽസ്യം ആഗിരണം ചെയ്യാൻ സഹായിക്കുന്നത്. അപ്പോൾ അവിടെ ഉത്തരം ജീവകം ഡി ആയിരിക്കുമല്ലോ. അപ്പോൾ ആദ്യം ഉത്തരം A1 എന്നുള്ളടത്ത് ജീവകം ഡി വരുന്നത് ഇവിടെ C എന്നുള്ള ഓപ്ഷൻ മാത്രമാണ്. ഇനി അടുത്തത് നോക്കുമ്പോൾ പകൽ വെളിച്ചത്തിൽ സാധാരണ കാഴ്ച, മങ്ങിയ വെളിച്ചത്തിൽ അന്ധത, ജീവകം A ആണ്. ഈ ജീവകം ഡിയും ജീവകം എയും നിരന്തരം PSC ചോദ്യങ്ങളുടെ പതിവായൊരു ചോദ്യമാണ്. അപ്പോൾ കുട്ടികളിൽ എല്ലുകൾ വളയുന്ന രോഗം റിക്കറ്റ്സ് അഥവാ കണ, മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ചയില്ലാത്ത അവസ്ഥ നിശാന്തത അഥവാ ജീവകം എയുമാണ്. നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ നമുക്ക് അപര്യാപ്തത രോഗങ്ങൾ നമുക്ക് ഓരോന്നും പഠിക്കാം. അപര്യാപ്തത രോഗങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. അപ്പം നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, ഇത് SCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ്. അതാണ് സ്രോതസ്. ആ സ്രോതസ് കൊടുത്ത് ഞാൻ തയ്യാറാക്കിയതാണ്. SCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ഇവിടെ ഓർക്കുക, കണ എന്ന രോഗത്തിൻ്റെ ലക്ഷണം എന്തൊക്കെയാ? കണ എന്നുള്ള രോഗത്തിൻ്റെ ലക്ഷണം ഇത് ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ഏതാ? എല്ലുകൾ വളയുക, മൃദുവാകുക, എല്ലുപൊട്ടലുകൾ ഉണ്ടാവുക. ഇതാണ് കണ എന്നുള്ള രോഗത്തിൻ്റെ ലക്ഷണം, റിക്കറ്റ്സിൻ്റെ ലക്ഷണം. ഇനി അടുത്തത് ജീവകം ഡിയുടെ കുറവ് മൂലമാണ് കുട്ടികളിൽ ഉണ്ടാകുന്നത്. അപ്പോൾ എല്ലുകൾ ദുർബലമാവുകയോ മൃദുവാവുകയോ ചെയ്യുന്ന കണ ഉണ്ടാകുന്നത്. ഇനി നോക്കൂ, പകൽ വെളിച്ചത്തിൽ സാധാരണ കാഴ്ച, മങ്ങിയ വെളിച്ചത്തിൽ അന്ധത, ഇത് നിശാന്തതയാണ്, നൈറ്റ് ബ്ലൈൻഡ്നെസ് ആണ്. ഇത് ജീവകം എയുടെ അഭാവം മൂലമാണ്. നിശാന്തത ഉണ്ടെങ്കിൽ പകല് നമുക്ക് കാണാൻ പറ്റും, എന്നാൽ മങ്ങിയ വെളിച്ചത്തിൽ നമ്മുടെ കാഴ്ച കുറവായിരിക്കും. ഇനി ജീവകം ഡി തൊട്ടിട്ട് നമുക്ക് തുടങ്ങാം. മറ്റ് ജീവകങ്ങൾ കൊണ്ടുള്ള അപര്യാപ്തത രോഗങ്ങൾ മാത്രമല്ല, പോഷകങ്ങൾ കൊണ്ടുള്ള അപര്യാപ്തത രോഗങ്ങളൊക്കെ തന്നെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്. ഈ പുതുക്കിയ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ആ ഭാഗങ്ങളിലൂടെ നമുക്ക് കടന്നു പോകാം. ജീവകം ഡി എന്ന് പറഞ്ഞാൽ സൂര്യപ്രകാശത്തിലെ അൾട്രാ വയലറ്റ് വികിരണങ്ങളിൽ പൊക്കുമ്പോൾ നമ്മുടെ ത്വക്കിൽ സ്വാഭാവികമായി ജീവകം ഡി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഇതൊരു നിരന്തര PSC ചോദ്യമാണ്. സൂര്യപ്രകാശത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിറ്റാമിൻ ഏതാണത്? വിറ്റാമിൻ ഡി. ഓക്കെ, വിറ്റാമിൻ ഡി ആണ്. ഇപ്പോൾ തിളപ്പിക്കുമ്പോൾ നഷ്ടപ്പെട്ടു പോകുന്ന വിറ്റാമിൻ ഉണ്ട്, ഏതാണെന്നറിയാമോ? ഒന്ന് ഓർത്തു നോക്കൂ. അതുപോലെ നിരന്തരം ഈ രണ്ട് ചോദ്യങ്ങൾ PSCക്ക് നിരന്തരം ചോദിക്കുന്നതാണ്. സൂര്യപ്രകാശത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന, സൂര്യപ്രകാശമേറ്റാൽ നമുക്ക് ലഭിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ ഡി. ഇത് അൾട്രാ വയലറ്റ് വികിരണങ്ങൾ ഏൽക്കുമ്പോഴാണ്, UV റേസ് ആണ് ഇതിന് കാരണം. അതും കൂടി നിങ്ങൾ ഓർത്തിരിക്കണം. അപ്പോൾ എന്താണ് വിറ്റാമിൻ ഡിൻ്റെ ധർമ്മം? എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യമാണ് കേട്ടോ. രോഗപ്രതിരോധ ശേഷിക്കുണ്ട് കേട്ടോ. ഭക്ഷണത്തിൽ നിന്ന് കാൽസ്യം ആഗിരണം ചെയ്യുന്നതിനും ജീവകം ഡി അത്യാവശ്യമാണ്. അപ്പം കാൽസ്യം ആഗിരണം ചെയ്യാൻ നമുക്ക് ആവശ്യമായ ജീവകം ഏത്? ചോദ്യം വരാറുണ്ട്. ജീവകം ഡി. എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിന് ജീവകം ഡി. അതുപോലെ തന്നെ രോഗപ്രതിരോധ ശേഷിക്കും. ഇനി ഏതിൽ നിന്നാണ് ജീവകം ഡി എന്ന് കിട്ടുക എന്ന് പുസ്തകത്തിലുണ്ട്. മത്സ്യത്തിൽ നിന്ന് കിട്ടും, മുട്ടയിൽ നിന്ന് കിട്ടും, കൊഴുപ്പുള്ള മത്സ്യങ്ങളിൽ നിന്നും കിട്ടും. ഇതൊക്കെ ജീവകം ഡിയുടെ പ്രധാന ഉറവിടങ്ങളാണ്. പക്ഷെ സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ ലഭിക്കുന്ന ജീവകം ഡിയുമാണ്. ഇനി ജീവകം എയിലേക്ക് കടന്നാലോ? ജീവകം എ ഏതിനെയൊക്കെയാ? ഇപ്പം എല്ലും പല്ലുമാണ് ജീവകം ഡി. അങ്ങനെയാണെങ്കിൽ ജീവകം എ അത് കണ്ണ്, ത്വക്ക്, തലമുടി. കണ്ണ്, ത്വക്ക്, തലമുടി. കണ്ണുമായി ബന്ധപ്പെട്ട് നിശാന്തത നമ്മൾ പഠിച്ചു, ജീവകം എ ആണ്. കണ്ണുമായി ബന്ധപ്പെട്ടതാണ് ജീവകം എ. ത്വക്ക്, തലമുടി എന്നിവയുടെ ആരോഗ്യത്തിന് ജീവകം എ അത്യാവശ്യമാണ്. ഇനി വർണ്ണകങ്ങളുടെ നിർമ്മാണം അപൂർവമായി ചോദിക്കാറുള്ളൂ, പക്ഷെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്, പ്രിലിംസിനും വന്നിട്ടുണ്ട്. അത് ഓർക്കണം.
വർണ്ണകങ്ങൾ അഥവാ പിഗ്മെന്റ്സിന്റെ കാര്യത്തിൽ കാഴ്ചയ്ക്ക് സഹായിക്കുന്ന രണ്ട് കോശങ്ങളുണ്ടല്ലോ നമുക്ക്, റോഡ് കോശങ്ങളും കോൺ കോശങ്ങളും. അതുമായി ബന്ധപ്പെട്ട ഒരു വർണ്ണകമാണ് റൊഡോപ്സിൻ, അതുപോലെ തന്നെ ഫോട്ടോപ്സിൻ. ഫോട്ടോ എന്ന് പറഞ്ഞാൽ ശരിക്കും പ്രകാശവുമായി ബന്ധപ്പെട്ടതാണ്. പ്രകാശത്തിന്റെ അടിസ്ഥാന കണികേനെ നമ്മൾ വിളിക്കുക ഫോട്ടോൺ എന്നാണ്. ഫോട്ടോ എന്ന് പറഞ്ഞാൽ പ്രകാശവുമായി ബന്ധപ്പെട്ട ഒരു പദമാണ് എന്നോർക്കുക. അപ്പോൾ അവിടെ ഫോട്ടോൺ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? പ്രകാശത്തിന്റെ അടിസ്ഥാന കണികയെന്ന് കിട്ടും, നമ്മുടെ ഓർമ്മയിൽ നിൽക്കും. അതുപോലെ തന്നെ റോഡ് കോശങ്ങളുമായി ബന്ധപ്പെട്ട് റൊഡോപ്സിൻ, കോൺ കോശങ്ങളുമായി ബന്ധപ്പെട്ട് ഫോട്ടോപ്സിൻ. ഈ രണ്ട് വർണ്ണകങ്ങളെ റെറ്റിനയിൽ രൂപപ്പെടുത്തുന്നത് ജീവകം എയിൽ നിന്നാണ്. അപ്പം നമ്മുടെ റോഡ് കോശങ്ങളിലും കോൺ കോശങ്ങളിലും, റോഡ് കോശങ്ങളിൽ റൊഡോപ്സിൻ, കോൺ കോശങ്ങളിൽ കൊണോപ്സിൻ എന്നോർക്കണ്ട, അവിടെ ഫോട്ടോപ്സിൻ എന്നോർക്കുക. എളുപ്പമല്ലേ? ഫോട്ടോ എന്ന് പറഞ്ഞാൽ പ്രകാശവുമായി ബന്ധപ്പെട്ടതാണ്, ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഫോട്ടോ സിന്തസിസ് പ്രകാശ സംശ്ലേഷണമാണ്, അവിടെ സംശ്ലേഷണം സിന്തസിസും ഫോട്ടോ പ്രകാശവുമാണ്. ഇപ്പോൾ ഫോട്ടോപ്സിൻ കോൺകോശവുമായി ബന്ധപ്പെട്ടതാണെന്ന് ഓർമ്മിക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല. റൊഡോപ്സിൻ റോഡ് കോശങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. രണ്ട് പിഗ്മെന്റ്സ് ആണ് റൊഡോപ്സിനും ഫോട്ടോപ്സിനും. അതെന്തിനെ സഹായിക്കുന്നു? അത് വിറ്റാമിൻ എ അതിന് സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വിറ്റാമിൻ എ കുറഞ്ഞാൽ നിശാന്തത ഉണ്ടാകും. ഇനി ജീവകം എയുടെ ദീർഘകാലത്തെ അഭാവം മൂലം മറ്റൊരു രോഗം ഡൗട്ടാണ്. നിശാന്തത മാത്രമല്ല, അതിന് പറയുന്ന പേര് സീറോഫ്താൽമിയ എന്നാണ്. എന്താ അതിൻ്റെ പേര്? സീറോഫ്താൽമിയ. നിങ്ങൾ ഓർത്താൽ മതി, ഈ സീറോഫ്താൽമിയ വരുമ്പോൾ എണ്ണം സംഖ്യ തുടങ്ങുക 0 നിന്നാണ് എന്ന് ആലോചിക്കുക. എണ്ണൽ സംഖ്യ അല്ല, അഖണ്ഡ സംഖ്യകൾ. ഇംഗ്ലീഷ് അക്ഷരമാല തുടങ്ങുക ABCD എന്നാണ്. ഈ എനെ 0 ബന്ധപ്പെടുത്തിയാൽ സീറോഫ്താൽമിയായി A0. അപ്പോൾ സീറോഫ്താൽമിയയ്ക്ക് കാരണമായ വിറ്റാമിൻ എ ആണ്. അപ്പോൾ എവിടുന്നാ കിട്ടുക വിറ്റാമിൻ എ? മത്സ്യം, ക്യാരറ്റ്, ഇതിൽ ധാരാളമായിട്ട് ജീവകം എ ഉണ്ട്. ഇനി പാഠപുസ്തകങ്ങളിൽ പോഷക ഘടകങ്ങൾ, ജീവകങ്ങൾ, അവയുടെ ധർമ്മങ്ങൾ, അപര്യാപ്തത രോഗങ്ങൾ, അതിൻ്റെ നോട്ടാണ് ഞാൻ നൽകുന്നത്. കൃത്യമായിട്ട് വായിച്ചോളൂ. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ തന്നെ പരീക്ഷകൾ, ഇതിൽ നിന്നുള്ള വിശദമായ നോട്ട് ഒക്കെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ലഭിക്കും. ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്താൽ മതി. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ടെലിഗ്രാം ചാനൽ തന്നിട്ടുണ്ട്. അപ്പോൾ ആ ടെലിഗ്രാം ചാനലിൽ എല്ലാ ദിവസവും ഇന്ന് പഠിക്കാൻ എന്ന് പറഞ്ഞിട്ടൊരു ലിങ്ക് കിട്ടും. ആ ഇന്ന് പഠിക്കാൻ എന്നുള്ള ലിങ്കിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൊബൈലിൽ സ്ക്രോൾ ചെയ്യാൻ പറ്റാവുന്ന രീതിയിൽ ഇതിൻ്റെ നോട്ട്, ഒപ്പം അതിൻ്റെ എന്ത് കിട്ടും, ഈ വീഡിയോ ക്ലാസ് തന്നെ അവിടെ ഉണ്ടായിരിക്കും. ഓരോ യൂട്യൂബിലുള്ള വീഡിയോ ക്ലാസ് വെച്ചിട്ടാണ് ഒരു ദിവസം പഠിക്കാൻ തരിക. പ്ലസ് ഏതെങ്കിലും അഡീഷണൽ നോട്ട്സ് ഉണ്ടെങ്കിൽ അത്, ഇനി അത് PDF ആയിട്ട് കാണണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ PDF, പ്ലസ് അതിൽ നിന്നുള്ളൊരു എക്സാം പലതവണ ചെയ്യാം. ഓക്കെ, ജസ്റ്റ് നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുത്താൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്താൽ പിന്നെ തന്നെ ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ വരും. അപ്പോൾ ടെലിഗ്രാം ചാനലിലെ ലിങ്ക് ഞാൻ താഴെ എവിടെ കൊടുത്തിട്ട്, പിന്നെ അതിലൊരുപാട് ഗെയിമുകളുണ്ട് നിങ്ങൾക്ക്. അതായത് ഇഷ്ടംപോലെ MCQ ചെയ്യാം നിങ്ങൾക്ക്, വെറുതെ ബസ് പോകുമ്പോൾ, അതല്ലെങ്കിൽ വെറുതെ വീട്ടിലിരിക്കുമ്പോൾ. അപ്പോൾ അവിടെയൊക്കെ നിങ്ങൾക്കൊരു പ്രാക്ടീസ് ആവും. ഓക്കെ, അപ്പോൾ ശരീരപ്രവർത്തനത്തിനും വളർച്ചയ്ക്കും രോഗപ്രതിരോധത്തിനും ആവശ്യമായ പ്രധാന പോഷകങ്ങൾ താഴെ പറയുന്നവയാണ് കേട്ടോ. കാർബോഹൈഡ്രേറ്റുകൾ എന്താ ചെയ്യുന്നത്? കാർബോഹൈഡ്രേറ്റുകൾ ശരീരത്തിന് ആവശ്യമായ ഊർജം നൽകും, കാർബോഹൈഡ്രേറ്റ്. എന്നാൽ പ്രോട്ടീനോ, അത് ശരീര നിർമ്മിതിക്കും പേശികളുടെയും തലമുടിയുടെയും വളർച്ചയ്ക്കും ആവശ്യമാണ്. കൊഴുപ്പോ ഏറ്റവും കൂടുതൽ ഊർജം നൽകുന്ന ഭക്ഷണ ഘടകമാണ്. ജീവകങ്ങളും ധാതുക്കളുമോ ശരീരത്തിൽ ശരിയായ പ്രവർത്തനങ്ങൾക്കും രോഗപ്രതിരോധ ശേഷിക്കും ചെറിയ അളവിൽ അത്യന്താപേക്ഷിതമാണ്. ഓർത്തു വയ്ക്കാൻ പറ്റില്ല തോന്നുന്നുണ്ടോ? പറ്റും, ഞാൻ പറഞ്ഞു തരാൻ വഴി. നാരുകളും വെള്ളവുമോ ദഹനത്തിനും വിസർജനത്തിനും ശരീരപ്രവർത്തനങ്ങൾക്കും ആവശ്യമാണ്. നമുക്ക് നാരിൻ്റെയും വെള്ളത്തിൻ്റെയും കാര്യം എടുക്കുക. നാരും വെള്ളവും ഉണ്ടെങ്കിലാണ് നമുക്ക് ദഹനം കൃത്യമായി നടക്കുള്ളൂ. ദഹനം നടന്നാലാണ് വിസർജനം നടക്കുള്ളൂ. അപ്പം ദഹനം, വിസർജനം, ശരീരപ്രവർത്തനത്തിന് നല്ല ഫൈബറും വേണം, വെള്ളവും വേണം. അപ്പം നാരുകളും വെള്ളവും ദഹനത്തിനും വിസർജനത്തിനും ശരീരപ്രവർത്തനങ്ങൾക്കും അത്യാവശ്യം. കാണാപ്പാടം പഠിക്കേണ്ട കൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ഇനി ജീവകങ്ങളും ധാതുക്കളും, വിറ്റാമിൻസും മിനറൽസും എന്തിനാ? ജീവകങ്ങൾ എന്ന് പറഞ്ഞാൽ വിറ്റാമിനും മിനറൽസും എന്തിനാ? അത് ശരീര നിർമ്മിതിക്കല്ല, ശരീരത്തിൻ്റെ ശരിയായ പ്രവർത്തനങ്ങൾക്കും രോഗപ്രതിരോധ ശേഷിക്കും വലിയ അളവിലൊന്നും ആവശ്യമില്ല, ചെറിയ അളവിലേ ആവശ്യമുള്ളൂ. അതിൽ ചില വിറ്റാമിൻ D ഒക്കെ നമുക്ക് സൂര്യപ്രകാശത്തിൽ നിന്നും ലഭിക്കും, ഭക്ഷണത്തിൽ നിന്നും ലഭിക്കും. അപ്പോൾ വിറ്റാമിനുകളും ധാതുക്കളും എന്ന് പറഞ്ഞാൽ ഒന്ന് രോഗപ്രതിരോധ ശേഷി, മറ്റൊന്ന് ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങൾ. എന്നാൽ കൊഴുപ്പ് ഏറ്റവും കൂടുതൽ ഊർജം നൽകുന്ന ഭക്ഷണ ഘടകമാണ് എന്തെന്ന് പറയുന്നത്? കൊഴുപ്പ് എന്ന് പറയുന്നത്.
അതായത് നല്ലൊരു എണ്ണക്കടിയും ചായയും കൂടിയും കഴിച്ചാൽ നമ്മളൊന്ന് ഊർജ്ജസ്വലനായി തോന്നും അല്ലേ? കാരണം കൊഴുപ്പ് എത്തി ശരീരത്തിൽ എന്നുള്ളതാണ്. എണ്ണയിൽ കൊഴുപ്പുണ്ട്. ഇതേപോലെ ശരീരത്തിന് ആവശ്യമായ ഊർജം ഏറ്റവും കൂടുതൽ ഊർജം ധാരാളമുള്ളത് കൊഴുപ്പിലാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ ഊർജം നൽകുന്ന ഭക്ഷണ ഘടകമാണ് കൊഴുപ്പ്. പക്ഷെ നമ്മുടെ ശരീരത്തിൽ സാധാരണയായിട്ട് ആവശ്യമായ ഊർജം പ്രധാനമായും നൽകുന്നത് കാർബോഹൈഡ്രേറ്റുകളാണ്. ഇനി അടുത്തത് പ്രോട്ടീനാണ്. ഈ മസിലൊക്കെ ബിൽഡ് ചെയ്യുന്ന ഒരു പ്രോട്ടീൻ പൗഡറല്ലേ കഴിക്കുക. അവിടെ തന്നെ ഓർക്കാം, ശരീര നിർമ്മിതിക്കും പേശികളുടെയും തലമുടികളുടെയും വളർച്ചയ്ക്കും ആവശ്യമാണ്. ഏതെന്ന് പറയുന്നത്? പ്രോട്ടീനുകൾ എന്ന് പറയുന്നത്. സോ ആ ഭാഗം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ജീവകങ്ങളും അവയുടെ അപര്യാപ്തത രോഗങ്ങളിലേക്കും കടക്കാം നമുക്ക്. പക്ഷേ ഈ ജീവകങ്ങളെ പ്രധാനമായിട്ടും രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട് കേട്ടോ. ഒന്ന് വെള്ളത്തിൽ ലയിക്കുന്നവ, മറ്റൊന്ന് കൊഴുപ്പിൽ ലയിക്കുന്നവ. അതിൽ കേട എന്ന് ഓർത്തു വെച്ചാൽ മതി. പലർക്കും ഈ കോഡ് അറിയുണ്ടായിരിക്കും, അധിക പേർക്കും PSC പ്രിപ്പറേഷൻ ചെയ്യുന്നവർക്കൊക്കെ. കൊഴുപ്പ് കേടാണ് എന്ന് വിചാരിച്ചാൽ മതി. അപ്പോൾ കൊഴുപ്പിൽ ലയിക്കുന്നത് കിട്ടി, KEDA. ഇനി 2 വിറ്റാമിനേ ഉള്ളൂ, ബിയും സിയും. BC വെള്ളത്തിലും. സോ കേട ഏതിലാ? കൊഴുപ്പിൽ, KEDA. BCയോ അത് വെള്ളത്തിൽ ലയിക്കുന്നതുമാണ്. ഇതൊരു നിരന്തര PSC ചോദ്യമാണ്. ഇനി ജീവകം A, കണ്ണ്, ത്വക്ക്, തലമുടി എന്നിവയുടെ ആരോഗ്യമാണ് കേട്ടോ. നേരത്തെ പറഞ്ഞു, മത്സ്യത്തിൽ നിന്നും കാരറ്റിൽ നിന്നും കിട്ടും. നിശാന്തത, സിറോഫ്താൽമിയ, അതായത് കോർണിയ അധാര്യമാകൽ, അതാണ്. അതുപോലെ തന്നെ റൊഡോപ്സിൻ, അതുപോലെ തന്നെ ഫോട്ടോപ്സിൻ, ഈ വർണ്ണകങ്ങൾ, അതും അവിടെ ബന്ധപ്പെട്ടതാണ്. ഇനി ജീവകം ബിയോ, ബി കോംപ്ലക്സ്, പ്രധാനമായും നാഡീപ്രവർത്തനം, തലച്ചോറ്, ഹൃദയം, ചുവന്ന രക്താണുക്കളുടെ വളർച്ച എന്നിവയ്ക്ക്. ഏതിനൊക്കെയാ? നാഡികളുടെ പ്രവർത്തനം, തലച്ചോറ്, ഹൃദയത്തിലെ ചുവന്ന രക്താണുക്കളുടെ വളർച്ച. ഇവിടെ നോക്കൂ, അതുമായി ബന്ധപ്പെട്ട ഒരു രോഗം ഗ്ലോസൈറ്റിസ് ആണ്. ഗ്ലോസൈറ്റിസ്, നാവ് വീങ്ങുക, തൊലി ഇളകുക, അതുപോലെ തന്നെ വായ്പുണ്ണ്. സോ വിറ്റാമിൻ ബിയുമായി ബന്ധപ്പെട്ട്, ബി കോംപ്ലക്സുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന പ്രധാന രോഗം ഗ്ലോസൈറ്റിസ് ആണ്. എങ്ങനെയാണ് നമ്മൾ ഈ വിറ്റാമിൻ എനെ നമുക്ക് നിശാന്തത കണ്ടെത്തി, വർണ്ണകങ്ങളായ റൊഡോപ്സിനും അതുപോലെ തന്നെ ഫോട്ടോപ്സിൻ, മറ്റൊന്ന് സിറോഫ്താൽമിയ. ഇനി അടുത്തതാണല്ലോ പ്രധാനം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണ് ചോദിക്കുന്നത്? വിറ്റാമിൻ ബി, ഗ്ലോസൈറ്റിസ് ആണ്. എങ്ങനെയാ? ഗ്ലോ എന്ന് പറഞ്ഞാൽ തിളങ്ങുക, സൈറ്റ് എന്ന് പറഞ്ഞാൽ കാഴ്ച എന്ന് വിചാരിച്ചോളൂ. കാഴ്ചയിൽ തിളങ്ങുക. എങ്ങനെ ജീവകം ബിയുമായി ബന്ധപ്പെടുക? ജീവകം ബി നാഡീപ്രവർത്തനത്തിന് വളരെ പ്രധാനമാണ്, തലച്ചോറിന് വളരെ പ്രധാനമാണ്, ഹൃദയത്തിന് വളരെ പ്രധാനമാണ്, ചുവന്ന രക്താണുക്കളുടെ വളർച്ചയ്ക്ക് പ്രധാനമാണ്. ചുവന്ന രക്താണുക്കൾ നമ്മുടെ ശരീരത്തിലില്ലെങ്കിൽ നമ്മുടെ ശരീരം വളർച്ച ഉണ്ടാവും. വളർച്ച ഉള്ള ഒരാളിനെ ഗ്ലോ ചെയ്യുക എന്ന് പറയുമോ? ഇല്ല. അപ്പം വിറ്റാമിൻ ബി നല്ല ചുവന്ന രക്താണുക്കളെ ഉണ്ടാക്കും. അപ്പം ഗ്ലോ ഉണ്ടാവും എന്ന് വിചാരിക്കുക, അങ്ങനെ വിചാരിക്കുക. കാഴ്ചയിൽ നല്ല ഗ്ലോ ഉണ്ടാവും. അപ്പം വിറ്റാമിൻ ബി ഇല്ലെങ്കിൽ ഗ്ലോസൈറ്റിസ്. ഞാൻ ഈ പറയുന്നത് ഇതുമായി ഒരു ബന്ധവുമില്ല, കണക്ട് ചെയ്തെന്നാണ്. അപ്പോൾ അവിടെ നിന്ന് എന്ത് ഓർക്കാം? വിറ്റാമിൻ ബി കാരണം ആണ് ചുവന്ന രക്താണുക്കളുടെ വളർച്ചയ്ക്ക് ആവശ്യം. അതില്ലെങ്കിൽ നമുക്ക് എന്തുണ്ടാവും? വിളർച്ച ഉണ്ടാവും. വിളർച്ച ഉണ്ടെങ്കിൽ നമ്മൾ ഗ്ലോ ചെയ്യില്ല. അപ്പം കാണുമ്പോൾ കാഴ്ചയിൽ ഗ്ലോ ചെയ്യും വിറ്റാമിൻ ബി ഉണ്ടെങ്കിൽ. ഗ്ലോസൈറ്റിസ് ഇല്ലെങ്കിലുള്ള രോഗം ഗ്ലോസൈറ്റിസ്. പക്ഷെ അത് വിളർച്ചയല്ലട്ടാ, നാവ് വീങ്ങുക, തൊലി ഇളകുകയും ചെയ്യുന്ന രോഗത്തെയാണ് ഗ്ലോസൈറ്റിസ് എന്ന് പറയുന്നത്. പിന്നെ വായ്പുണ്ണും വിറ്റാമിൻ ബി കാരണം അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗമാണ്. ജീവകം സി നിരന്തരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ് സ്കർവി. ആ സ്കർവി എന്ന് പറഞ്ഞാൽ മോണയിൽ നിന്ന് രക്തസ്രാവം. എല്ലുകളുടെയും പല്ലുകളുടെയും വളർച്ചയ്ക്ക് വിറ്റാമിൻ ഡി ആണ്. എന്നാൽ പല്ല്, മോണ, രക്തക്കുഴലുകൾ, അതിന് ജീവകം സി ആവശ്യമാണ്. ചുവന്ന രക്താണു വിറ്റാമിൻ ബി ആണ്. പക്ഷെ രക്തക്കുഴലുകൾ വരുമ്പോൾ അത് വിറ്റാമിൻ സി ആണ്. വിറ്റാമിൻ ഡി ഉണ്ട് പല്ലിന്, വിറ്റാമിൻ സി ഉണ്ട് പല്ലിന്. പക്ഷെ പല്ലിനും എല്ലിനുമാണ് വിറ്റാമിൻ ഡി. വിറ്റാമിൻ സി എന്ന് പറഞ്ഞാൽ പല്ലും മോണയും കണക്ട് ചെയ്തിട്ടാണ്. അപ്പം മോണയിൽ നിന്ന് രക്തസ്രാവത്തെയാണ് നമ്മൾ സ്കർവി എന്ന് പറയുന്നത്. ജീവകം സി യുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗമാണ് സ്കർവി എന്ന് പറയുന്നത്. അടുത്തത്, രോഗപ്രതിരോധ ശേഷിക്കും ഈ വിറ്റാമിൻ ബി വേണം. നെല്ലിക്കയിലും നാരങ്ങയിലും ഒക്കെ തന്നെ ധാരാളം വിറ്റാമിൻ ബി ഉണ്ട്. ഇനി എല്ല്, പല്ല്, ഇതിൻ്റെ വളർച്ചയ്ക്ക് വിറ്റാമിൻ ഡി സൂര്യപ്രകാശത്ത് നിന്ന് കിട്ടും, മുട്ടത്ത് നിന്ന് കിട്ടും. അതിൽ നിന്നുണ്ടാകുന്ന രോഗം കാണാൻ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തു. ഇനി ജീവകം ഇ ആണ്. ജീവകം ഇ നാഡികളുടെ ശരിയായ പ്രവർത്തനത്തിന് സഹായിക്കുന്നു. നിലക്കടലയിൽ നിന്നും ബദാമിൽ നിന്നും ഒക്കെ കിട്ടും.
നാഡികൾക്ക് വേണ്ടിയതാണ് ജീവകം ഇ. ഇപ്പൊ ജീവകം ഇയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? ജീവകം ഇയുടെ അപര്യാപ്തത മൂലം നാഡീപ്രവർത്തനങ്ങളുടെ തകരാറ്. അപ്പൊ നോക്കൂ, നമ്മുടെ ശരീരത്തിലെ നാഡികൾ ദാ അങ്ങനെ പോണു എന്ന് വിചാരിച്ചാൽ മതി. കണ്ടു, നാഡികൾ പോണ പോലല്ലേ? അപ്പോ നാഡികളുടെ പ്രശ്നം ജീവകം ഇയിലാണ്. ഇനി ജീവകം കെ ആണ്. ജീവകം കെ എന്ന് പറഞ്ഞാൽ മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നു. കട്ട പിടിക്കലിൽ എന്തുണ്ട്? കെ ഉണ്ട്. അപ്പൊ രക്തം കട്ട പിടിക്കുന്നത് വൈകുന്നു ജീവകം കെ കൊണ്ട്. അപ്പൊ ജീവകം എ നിശാന്തത, സിറോഫ്താൽമിയ. ജീവകം ബി ഓർക്കണം, ഏതാണ്? കണ അഥവാ റിക്കറ്റ്സ് ആണോ? അല്ല. ജീവകം ബി ഗ്ലോസൈറ്റിസ്, തിളക്കം, രക്താണുക്കളുടെ നിർമ്മാണം. ജീവകം ബി. രക്താണു ഇല്ലെങ്കിൽ നമ്മൾക്ക് വിളർച്ച പോലെ തോന്നിക്കും. ഇപ്പൊ ഗ്ലോസൈറ്റിസ്, നമ്മളെ കാണുമ്പോൾ തിളക്കല്ല തോന്നും. അങ്ങനെ രോഗം ഗ്ലോസൈറ്റിസ്. പക്ഷേ യഥാർത്ഥത്തിൽ അത് തിളക്കല്ല എന്ന് തോന്നലല്ല, നാവ് വീങ്ങുക എന്നുള്ള കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ജീവകം ബിയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗമേതാ? മറന്നു പോകരുത്, അത് വായ്പുണ്ണാണ്. പിന്നെ ജീവകം സി, സി തന്നെ ഉണ്ട്, സി സ്കർവി. സ്കർവി എന്ന് പറഞ്ഞാൽ മോണയിൽ നിന്ന് രക്തസ്രാവം. മറ്റൊന്ന് ജീവകം ഡി ആണ്. ജീവകം ഡി നമുക്കറിയാം ഏതാണ് അവിടെ വരുന്നത്? ജീവകം ഡിക്ക് റിക്കറ്റ്സ് വരും. കണ, എല്ലിൻ്റെയും മറ്റേ എല്ലുകളുടെ പെട്ടെന്ന് മുറിയ മറ്റു കാര്യങ്ങൾ. ഇനി ജീവകം ഇ. ജീവകം ഇ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? ജീവകം ഇ സിമ്പിളാണ്. അതെന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? അത് നാഡീപ്രവർത്തനങ്ങൾക്ക്, നാഡികൾക്ക് ബലം നൽകാൻ ആവശ്യമാണ്, അല്ലേ? അപ്പൊ അവിടെ എന്താ ഉണ്ടാവുക? ജീവകം ഇ കുറഞ്ഞാൽ നാഡീപ്രവർത്തനങ്ങളിൽ തകരാറുകൾ സംഭവിക്കും. ഇനി ജീവകം കെ മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നു. രക്തം കട്ട പിടിക്കുന്നത് വൈകൽ. അപ്പോൾ ആ ഭാഗം ക്ലിയർ ആയല്ലോ. കാബേജിലും കോളിഫ്ലവറിലുമുണ്ട്. ഇനി പ്രോട്ടീൻ അപര്യാപ്തത രോഗങ്ങൾ പുസ്തകത്തിലുണ്ട്, ചോദിച്ചിട്ടുണ്ട്. മറ്റേതിൻ്റെ അത്ര ജീവകം എയുടെ അഭാവം മൂലം, ജീവകം സിയുടെ അഭാവം മൂലം, ജീവകം ഡിയുടെ അഭാവം മൂലം, അങ്ങനെയുള്ള ചോദ്യങ്ങൾ അത്രയും ആവർത്തിച്ച് വരാറില്ലെങ്കിലും ഇതും വരും. കാഷിയോർക്കർ പ്രോട്ടീൻ്റെ അപര്യാപ്തത മൂലം കുട്ടികൾ ഉണ്ടാകുന്ന രോഗമാണ്. ക്യാഷ് ഇല്ലാത്തതുകൊണ്ട് കുട്ടികൾക്ക് പ്രോട്ടീൻ മേടിച്ചു കൊടുത്തില്ല, അപ്പോൾ അവർക്ക് കാഷിയോർക്കർ വന്നു എന്ന് വിചാരിക്കുക. ഇനി മരാസ്മസ് പ്രോട്ടീൻ്റെയും ഊർജത്തിൻ്റെയും കടുത്ത കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം. സോ പ്രോട്ടീൻ അപര്യാപ്തത രോഗങ്ങളാണ് കാഷിയോർക്കറും അതുപോലെ തന്നെ മരാസ്മസും. ധാതുക്കളുടെ കുറവ് മൂലം ചില രോഗങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇപ്പൊ അയേൺ അഥവാ ഇരുമ്പ്, അത് ഹീമോഗ്ലോബിന്റെ നിർമ്മാണത്തിന് ആവശ്യമാണ്. ഈ അയേൺ ഇതിന്റെ കുറവ് മൂലം അനീമിയ എന്ന രോഗത്തിന് കാരണമാകുന്നു. അപ്പൊ അനീമിയ എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ ഇരുമ്പിൻ്റെ കുറവ് മൂലം ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണം നടക്കില്ല. കാരണം ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണത്തിന് നമുക്ക് എന്താവശ്യമാണ്? ഇരുമ്പ് ആവശ്യമാണ്. ഇരുമ്പിന് ഹീമോ എന്നുള്ളത് നിങ്ങൾ ഓർക്കുക, ഇരുമ്പുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണത്തിന് ആവശ്യമാണ്. അതില്ലെങ്കിൽ നമുക്ക് വിളർച്ച ഉണ്ടാകും, അനീമിയ എന്ന് പറയും. സ്രോതസ്സുകൾ ഇലക്കറികളും ശർക്കര, കരൾ, മത്സ്യം. ഇനി അയഡിൻ. അയഡിൻ നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഇതിനെന്താ പറയുക? തൈറോയിഡ് ഗ്രന്ഥി. ആ തൈറോയിഡ് ഗ്രന്ഥിയുടെ ഹോർമോൺ ഉൽപാദനത്തിന് ആവശ്യമാണ് അയഡിൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ കുറവ് മൂലം തൈറോയിഡ് ഗ്രന്ഥി വീങ്ങും. ആ രോഗത്തിന് പറയുന്ന പേരാണ് ഗോയിറ്റർ. അപ്പം ഗോയിറ്ററുമായി നിരന്തരം PSC ചോദ്യങ്ങളുണ്ട്. ഏത് വിറ്റാമിൻ്റെ കുറവും ഏത് ധാതുവിൻ്റെ കുറവ് മൂലമാണ് ഗോയിറ്റർ ഉണ്ടാകുക? അത് അയഡിൻ്റെ കുറവ് മൂലമാണ്. അതെന്തിൻ്റെയാ? തൈറോയിഡ് ഗ്രന്ഥിക്കുള്ള വീങ്ങലാണ്. കടൽ വിഭവങ്ങളിൽ ധാരാളം എന്തുണ്ട്? ഈ അയഡിൻ ഉണ്ട്. തൊണ്ടമുഴ എന്ന് ഗോയിറ്റർ മലയാളത്തിൽ അറിയപ്പെടും. ഇനി കാൽസ്യം എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിന് അത്യാവശ്യമാണ്. കാൽസ്യത്തിൻ്റെയും ജീവകം ഡിയുടെയും കുറവ് മൂലം എല്ലുകളുടെ ബലക്ഷയമായ ഓസ്റ്റിയോപെറോസിസ് സംഭവിക്കും. കണ അഥവാ റിക്കറ്റ് നമ്മൾ വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലം ഉണ്ടാവും എന്ന് പറഞ്ഞു. ഇതുപോലെ കാൽസ്യവും ജീവകം ഡിയും കുറഞ്ഞാൽ ഉണ്ടാവുന്ന ഒരു രോഗമാണ് ഓസ്റ്റിയോപെറോസിസ്. ഏതാ രോഗം? ഓസ്റ്റിയോപെറോസിസ്. ഇപ്പം കാഷിയോക്കർ ഉണ്ട്, ഓസ്റ്റിയോപെറോസിസ് ഉണ്ട്. അതിൽ കാഷിയോക്കർ പ്രോട്ടീൻ്റെ കുറവ് മൂലമാണ്. ഓസ്റ്റിയോപെറോസിസ് ജീവകം ഡിയുടെയും കാൽസ്യത്തിൻ്റെയും കുറവ് മൂലമാണ്. അയഡിൻ്റെ കുറവ് മൂലം ഗോയിറ്റർ. തൈറോയിഡ് ഗ്രന്ഥിയുടെ വീക്കമാണ്. അതുപോലെ തന്നെ അയൺ
ഇരുമ്പിൻ്റെ കുറവ് മൂലം നമുക്ക് വിളർച്ച ഉണ്ടാകും, അനീമിയ ഉണ്ടാകും. ഇത്രയും കാര്യങ്ങളാണ് അവിടെ വരുന്ന അപര്യാപ്തത രോഗങ്ങൾ എന്ന് പറയുന്നത്. അത് ക്ലിയർ ആയല്ലോ. അടുത്തത്, താഴെ പറയുന്നവയിൽ ഏത് കൂട്ടത്തിലാണ് വെള്ളത്തിൽ ലയിക്കുന്ന ജീവകങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? നേരത്തെ ഞാൻ പറഞ്ഞു കൊഴുപ്പിൽ ലയിക്കുന്നത് കേട ആണ്, അതുകൊണ്ട് തന്നെ ഇവിടെ ബാലൻസ് ഉള്ള ബിയും സിയുമാണ്. അടുത്തത്, ഇതൊക്കെ പുസ്തകത്തിൽ തന്നെ വന്നതാണ്. മാരകമായ അമീബിയ മസ്തിഷ്ക ജ്വരം മലിനജലത്തിലൂടെ പകരുന്ന ഒരു രോഗമാണ്. ഈ രോഗമുണ്ടാക്കുന്ന സൂക്ഷ്മജീവി ഏത്? രോഗങ്ങളും രോഗകാരികളും SCERTക്കും PSCക്കും ഇഷ്ടപ്പെട്ട വിഷയമാണ്. SCERTയിലെ രോഗങ്ങളും രോഗകാരികളുമായി ബന്ധപ്പെട്ട് നമ്മൾ അന്ന് പഠിച്ചിരിക്കണം. ഇവിടെ അമീബിക് മസ്തിഷ്ക ജ്വരം ഉണ്ടാക്കുന്ന സൂക്ഷ്മജീവി ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നെഗ്ലേറിയ ഫൗലറി ആണ്. നെഗ്ലേറിയ ഫൗലറി അമീബിയ മസ്തിഷ്ക ജ്വരത്തിന്. അപ്പം നമ്മുടെ നാട്ടിൽ കേൾക്കുകയാണ് കുളത്ത് കുളിക്കരുത് ഒക്കെ പേടിയാണെന്ന്, അല്ലേ? കാരണം മസ്തിഷ്ക ജ്വരം ഉണ്ടാവാൻ കാരണമാകും. മൂക്കുകൂടിയാണ് മൂപ്പര് കയറുക. അതിന് കാരണമാകുന്നത് നെഗ്ലേറിയ ഫൗലറി ആണ്. എങ്ങനെ ഓർക്കുക? നെഗ്ലേറിയ എന്ന് പറഞ്ഞാൽ നെഗ്ലക്റ്റ് ചെയ്യണ്ട, ഫൗൾ ആവണ്ട. എപ്പോഴാണ് നെഗ്ലക്റ്റ് ചെയ്ത് ഫൗൾ ആവാൻ സാധ്യത? നമ്മൾ പ്രിക്കോഷൻ ഇല്ലാതെ വെള്ളത്തിൽ കുളിക്കുകയോ കെട്ടിക്കിടക്കുന്ന ജലാശയങ്ങളിൽ മലിനമായതിൽ ഇറങ്ങുകയോ ചെയ്താൽ നെഗ്ലേറിയ ഫൗലറി കയറിയാൽ നിങ്ങൾക്ക് അമീബിക് മസ്തിഷ്ക ജ്വരം ഉണ്ടാകും. അപ്പോൾ ആ വാക്കൊന്നുകൂടി ഓർക്കുക. നെഗ്ലക്റ്റ് ചെയ്യരുത്, ഫൗള് നിങ്ങൾക്ക് നിങ്ങൾ ഫെയിലാവും എന്നോർത്ത് വെച്ചാൽ മതി. അമീബിക് മസ്തിഷ്ക ജ്വരമാണ്. നമ്മൾ ഫെയിലാവുന്നത് നമുക്കറിയാം, നമ്മുടെ തലച്ചോറിൻ്റെയും കൂടിയും കാരണം കൊണ്ടാണ്, അല്ലേ? വേണ്ട ബുദ്ധി തോന്നുന്നില്ല, വേണ്ട രീതിയിൽ പഠിക്കുന്നില്ല, പഠിച്ചത് റിവൈസ് ചെയ്യുന്നില്ല. റിവിഷനൊക്കെ നമ്മുടെ നിങ്ങൾക്കുള്ള ഈ ഫ്രീ പ്രോഗ്രാമിൽ ലഭ്യമാണ്. ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്താൽ തന്നെത്താൻ നടക്കും. ഗെയിമിഫിക്കേഷൻ ഉണ്ട്. അപ്പം നെഗ്ലക്റ്റ് ചെയ്യേണ്ട ഞാൻ ഈ പറഞ്ഞതും. ഇപ്പം മാരകമായ അമീബിക് മസ്തിഷ്ക ജ്വരം നെഗ്ലേറിയ ഫൗലറി ആണ് അവിടെ രോഗകാരി. ഇപ്പം 10ാം ക്ലാസ്സിലെ ജീവശാസ്ത്രത്തിൽ പ്രതിരോധവും ആരോഗ്യ സംരക്ഷണവും എന്നുള്ളൊരു പാഠമുണ്ട്. ആ പാഠം നമുക്ക് പഠിച്ചെടുക്കാം. അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് കാരണം നെഗ്ലേറിയ ഫൗലറി. എങ്ങനെയാണ് രോഗം പകരുന്നത് എന്നതുകൂടി അതിൽ പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയാ? ശുദ്ധജലത്തിൽ, കെട്ടിക്കിടക്കുന്നതും ചൂടുള്ളതുമായ ശുദ്ധജലത്തിലാണ് ഇവ പ്രധാനമായും കാണപ്പെടുന്നത്. തണുത്ത ശുദ്ധജലത്തിൽ കാണപ്പെടില്ല, കെട്ടിക്കിടക്കുന്നതുമാണ്. മലിനമായ വെള്ളം മൂക്കിലെത്തുമ്പോൾ അവിടെ നിന്ന് രോഗാണുക്കൾ തലച്ചോറിലേക്ക് കടക്കുകയും അണുബാധ ഉണ്ടാവുകയും ചെയ്യും. ലക്ഷണങ്ങൾ നേരത്തെ ചോദിച്ചു, ഇവിടുത്തെ ലക്ഷണങ്ങൾ ഓർത്തു വെച്ചോളൂ. ഇടവിട്ടുള്ള പനി, കുളിരും വിറയലും, തലവേദന, ഛർദി, പേശിവേദന, ശരീരവേദന, ക്ഷീണം. പ്രതിരോധ മാർഗങ്ങൾ: കെട്ടിക്കിടക്കുന്നതും ശുദ്ധമല്ലാത്തതുമായ ജലാശയങ്ങളിൽ കുളിക്കുന്നതും മുഖം കഴുകുന്നതും ഒഴിവാക്കുക. ഈ രോഗബാധയുടെ ചികിത്സയ്ക്കായി ആൻറ്റി ഫംഗൽ മരുന്നുകളാണ് ഉപയോഗിക്കുന്നത്. ഇപ്പം പ്രതിരോധവും പ്രകാശ സംരക്ഷണവും എന്നുള്ള ഭാഗത്തിലെ മറ്റ് പ്രധാനപ്പെട്ട രോഗങ്ങളിലാണ് ബാക്ടീരിയൽ രോഗങ്ങൾ. ബാക്ടീരിയൽ രോഗങ്ങളിൽ വരുന്നതാണ് എലിപ്പനി. ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന രോഗമാണ് എലിപ്പനി. അങ്ങനെയും ചോദിക്കാറുണ്ട്. താഴെ പറയുന്നവയിൽ ബാക്ടീരിയ മൂലം ഉണ്ടാകാത്ത രോഗം ഏത് എന്ന് പറഞ്ഞിട്ട് ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന 3 രോഗങ്ങളും പറയും, അല്ലാത്തതും പറയും. ഇപ്പം ബാക്ടീരിയ മൂലമാണ് എലിപ്പനി, ക്ഷയരോഗം, അതുപോലെ തന്നെ എന്തും ഉണ്ടാകുന്നത്. അത് രണ്ടുമാണ് പ്രധാനമായിട്ട് പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളത്. എലിപ്പനിയും ക്ഷയരോഗവും ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന രോഗമാണ്. അപ്പം എങ്ങനെ ഓർക്കാം? എലിക്ക് ക്ഷയം വന്നു, ബാക്ടീരിയ മൂലം എന്നോർത്ത് വെച്ചാൽ മതി. ബാക്ടീരിയ മൂലം എലിക്ക് ക്ഷയം വന്നു. ഇനി ഇതിൻ്റെ ഓരോ വൈറസിൻ്റെയും പേര് ഓർത്തിരിക്കണം. ലെപ്റ്റോസ്പൈറ എന്നാണ് എന്തിൻ്റെ പേര്? എലിപ്പനിക്ക് കാരണമാകുന്ന ബാക്ടീരിയയ്ക്ക് പേര്. എന്താ അതിൻ്റെ പേര്? ലെപ്റ്റോസ്പൈറ. അപ്പം ഞങ്ങൾ എങ്ങനെ ഓർത്തു വെക്കുക? നമ്മുടെ ഒരു എലീനെ നിങ്ങൾ സങ്കല്പിക്കുക. ഒരു എലീനെ സങ്കല്പിക്കുക. ഞാൻ എന്താ എലീനെ വളർത്തിയിരുന്നു. എന്നിട്ട് ആ എലിയുടെ വാലിങ്ങനെ സ്പൈറലായിട്ടാണ് എന്ന് വിചാരിക്കുക. അപ്പം നിങ്ങൾക്ക് ലെപ്റ്റോസ്പൈറ ഓർമ്മ വരും. ഇതാണ് കേട്ടോ എൻ്റെ എലി. ഇത് എലിയല്ല, വേറെ എന്തെങ്കിലും ആണെന്ന് പറയണ്ട. അപ്പം അതിൻ്റെ വാലിങ്ങനെ സ്പൈറലായിട്ടാണെന്ന് വിചാരിക്കുക. അങ്ങനെയല്ല, അങ്ങനെ വിചാരിക്കുക. അതാണ് ലെപ്റ്റോസ്പൈറ എന്ന് പറയുന്നത്. എലി തുടങ്ങിയ ജീവികളുടെ മൂത്രം കലർന്ന വെള്ളത്തിലൂടെയോ മണ്ണിലൂടെയോ ശരീരത്തിലെ മുറിവുകളിലൂടെയോ കണ്ണ്, മൂക്ക്, വായ എന്നിവയുടെ ശ്ലേഷ്മസ്തരത്തിലൂടെയോ, മുറിവ്, കണ്ണ്, മൂക്ക്, വായ ഇതിലെ ശ്ലേഷ്മസ്തരത്തിലൂടെയോ ആണ് ഈ ബാക്ടീരിയ. എന്താണ് അതിന് പേര്? ലെക്ടോ പിന്നെ സ്പൈറൽ എന്നോർത്തു വെച്ചു പറഞ്ഞു, ഞാൻ ഓർമ്മിക്കാൻ പറഞ്ഞു. അപ്പോൾ ആ രോഗം ലെപ്റ്റോസ്പൈറയാണ്. എന്താണ്?
ലെപ്റ്റോസ്പൈറ. ഇനി ക്ഷയരോഗം മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ്, എല്ലാവർക്കും അറിയണ്ടായിരിക്കും, പതിവായി എല്ലാവരും അറിഞ്ഞിരിക്കുന്നതാണ് മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ്. അപ്പൊ എലിപ്പനിയും ക്ഷയരോഗവും എന്തു മൂലം ഉണ്ടാകുന്ന രോഗമാണ്? ബാക്ടീരിയ മൂലം. അവിടെ രോഗകാരി ബാക്ടീരിയയാണ്, അതാണ് ഓർത്തിരിക്കേണ്ടത്. പ്രധാനമായും ശ്വാസകോശത്തെയാണ് ക്ഷയരോഗം ബാധിക്കുക. അതിനുള്ള വാക്സിൻ നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്, BCG വാക്സിൻ ആണെന്നും അതിനുള്ള ചികിത്സാരീതി ഡോട്ട്സ് ആണെന്നും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ബാക്ടീരിയ രോഗങ്ങൾ പറഞ്ഞാൽ പാഠപുസ്തകത്തിലുള്ള വൈറസ് രോഗങ്ങൾ, അതിൽ ഒന്നാണ് എയ്ഡ്സ് അല്ലേ? വൈറസ് രോഗമാണ്. ഹ്യൂമൻ ഇമ്മ്യൂണിറ്റി ഡെഫിഷ്യൻസി വൈറസ് എയ്ഡ്സ് ആണ് കാരണം. ശരീരത്തിലെ T ലിംഫോസൈറ്റുകളെയാണ് ആക്രമിച്ച് നശിപ്പിക്കുന്നത്. അപ്പോൾ എയ്ഡ്സ് നശിപ്പിക്കുന്നത് T ലിംഫോസൈറ്റുകളെയാണ്. എയ്ഡ്സ് നശിപ്പിക്കുന്നത് ആരെയാണ്? മറന്നു പോകണ്ട, അത് T ലിംഫോസൈറ്റുകളെയാണ്. T ലിംഫോസൈറ്റുകളെ എയ്ഡ്സുമായിട്ട് എങ്ങനെ ബന്ധപ്പെടുത്തും? അപ്പോൾ നമ്മൾ എയ്ഡ്സ് എന്നോർക്കുക, T എന്നും ഓർക്കുക. അപ്പോൾ അവിടെ നിങ്ങൾ എയ്ഡ്സ് അറ്റ് എന്നോർത്ത് വെച്ചാൽ മതി. എയ്ഡ്സ് അറ്റ് T ലിംഫോസൈറ്റുകൾ, എയ്ഡ്സിലെ എയും Tയിലെ ടിയും, എയ്ഡ്സ് അറ്റ് എന്നോർക്കുക. അടുത്തത് COVID-19 ആണ്. രോഗബാധയുടെ പ്രധാന ലക്ഷണങ്ങളിലൊന്ന് മണവും രുചിയും തിരിച്ചറിയാനുള്ള ശേഷി കുറവാണ്. ഇപ്പം നമ്മൾ കോവിഡ്, അതുപോലെ തന്നെ നമ്മൾ എന്തിനെക്കുറിച്ച് പഠിച്ചു? എയ്ഡ്സ്, ഇതിനെക്കുറിച്ചൊക്കെ പഠിച്ചു. അപ്പം ഇതിനെക്കുറിച്ച് മാത്രം പഠിച്ചാൽ മതിയോ? ഇതാണ് വൈറസ് രോഗങ്ങൾ പ്രധാനമായും പുസ്തകത്തിൽ പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ മറ്റൊന്നിനെക്കുറിച്ച് പഠിച്ചത് ബാക്ടീരിയ രോഗങ്ങൾ. ഇനി നമ്മൾക്ക് പ്രോട്ടോസോവ മൂലം ഉണ്ടാകുന്ന രോഗങ്ങളെ കുറിച്ച് പഠിക്കാം. അമീബിക് മസ്തിഷ്ക സ്വരം, നമ്മൾ നേരത്തെ കേട്ട നെഗ്ലേറിയ ഫൗലേറി, അത് ഏതാണ്? പ്രോട്ടോസോവകളാണ്. ഇത് അമീബിയാണ്, കെട്ടിക്കിടക്കുന്ന മലിനജലത്തിൽ നിന്ന് മൂക്കിൽ നിന്ന് തലച്ചോറിലേക്ക് കടന്ന്. ഇനി മലമ്പനി സ്ഥിരം ചോദ്യമാണ്. പ്ലാസ്മോഡിയം എന്ന പ്രോട്ടോസോവയാണ്. സ്ഥിരം ചോദ്യമാണ് മലമ്പനി. പ്ലാസ്മോഡിയം എന്ന പ്രോട്ടോസോവയാണ്. പ്രോട്ടോസോവ മൂലം ഉണ്ടാകുന്ന രോഗമാണ് മലമ്പനിയും മസ്തിഷ്ക ജ്വരവും. ഇവിടെ പ്ലാസ്മോഡിയമാണ് ആ പ്രോട്ടോസോഫ. അവിടെയോ അത് പ്ലാസ്മോഡയല്ല, മറിച്ച് എന്താണ്? ഓർത്തു വെക്കുക, മറന്നു പോകരുത്. അവിടെ അമീബിക് മസ്തിഷ്ക ജ്വരം നെഗ്ലേറിയ ഫൗലേറിയാണ്. അത് മറന്നു പോകരുത്, വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി ഫംഗസ് രോഗങ്ങൾ, അതിലൊന്നാണ് വട്ടച്ചൊറി, കാൻഡിഡിയാസിസ്. നിങ്ങൾ ഓർത്തു വെച്ചാൽ മതി, ഫംഗസ് രോഗം കാൻഡിഡിയാസിസ് ആണ്. നമ്മളൊരു മുട്ടായിയൊക്കെ പുറത്തു വെച്ച് കഴിഞ്ഞാൽ അതിൽ ഫംഗസ് വരുന്നത് കാണാം. നമുക്കറിയാലോ, കാൻഡി എന്ന് പറയുന്നത് പലപ്പോഴും മുട്ടായിയോ മധുരമുള്ള ഒരു സാധനമാണ്. അപ്പോൾ ഫംഗസ് രോഗം എന്ന് പറഞ്ഞാൽ കാൻഡിഡിയാസിസും അതുപോലെ തന്നെ വട്ടച്ചൊറിയും. ഇനി ഔഷധങ്ങളും ശാസ്ത്രജ്ഞരും കുറിച്ച് ഈ പാഠഭാഗം പറയുന്നുണ്ട്. അതിൽ നിരന്തരം PSCക്ക് ചോദിക്കുന്ന ഒരു ഭാഗമാണ് ആൻറ്റിബയോട്ടിക്കുകൾ. ബാക്ടീരിയ രോഗങ്ങൾക്കെതിരെയാണ് ആൻറ്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കുക. ഓർക്കുക, ആൻറ്റിബയോട്ടിക്കുകൾ ബാക്ടീരിയക്കെതിരെയാണ്. ബയോട്ടിയിൽ ബാണ്ട്, വെടിയുണ്ട് ബാക്ടീരിയ, അത് വെച്ച് കണക്ട് ചെയ്താൽ മതി. മറ്റൊന്ന് പെൻസിലിൻ, അതുമായി ബന്ധപ്പെട്ട് നിരന്തരം PSCക്ക് ചോദിക്കും. ലോകത്തിലെ ആദ്യത്തെ ആൻറ്റിബയോട്ടിക് ഏതാണ്? പെൻസിലിനാണ്. പെൻസിലിൻ ആര് കണ്ടെത്തി എന്നും ചോദിക്കും. കൊല്ലം ചോദിക്കും. 1928 അലക്സാണ്ടർ ഫ്ലെമിംഗ്. ഇപ്പോൾ പെൻസിലിൻ എന്ന് പറഞ്ഞാൽ ലോകത്തെ ആദ്യത്തെ ആൻറ്റിബയോട്ടിക് ആണ്. കണ്ടെത്തിയത് അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണ്. ഏത് ഫംഗസിൽ നിന്നാണ് ഇത് കണ്ടെത്തിയത്? ഈ ആൻറ്റിബയോട്ടിക് കണ്ടെത്തിയത് ഫംഗസിൽ നിന്നാണ്. അതിൻ്റെ പേര് പെൻസിലിയം നൊട്ടേറ്റം എന്നാണ്. സോ ഓർക്കുക, പെൻസിലിനുമായി ബന്ധപ്പെട്ടത് കണ്ടെത്തിയത് 1928 ആ പെൻസിലിൻ എന്ന് പറയുന്നത് ലോകത്തിലെ ആദ്യത്തെ ആൻറ്റിബയോട്ടിക് ആണ്. കണ്ടെത്തിയത് അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണ്. പെൻസിലിയം നൊട്ടേറ്റം എന്ന ഫംഗസിൽ നിന്നാണ് പെൻസിലിൻ കണ്ടെത്തുന്നത്. മറ്റൊന്ന് സൂപ്പർ ബഗുകളാണ്. ആൻറ്റിബയോട്ടിക്കുകളുടെ അശാസ്ത്രീയ ഉപയോഗം മൂലം, ആൻറ്റിബയോട്ടിക്കുകൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾക്ക്. പക്ഷെ ഇത് രോഗം ഉള്ളപ്പോഴും രോഗം ഇല്ലാത്തപ്പോഴൊക്കെ നമ്മൾ ഉപയോഗിക്കും ആൻറ്റിബയോട്ടിക് മേടിച്ചിട്ട്. അങ്ങനെ ഈ ബാക്ടീരിയകൾ അവയ്ക്കെതിരെ പ്രതിരോധ ശേഷി കൈവരിക്കുന്ന അവസ്ഥയാണ് ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അങ്ങനെ അവ സൂപ്പർ ബഗുകളായി മാറും എന്ന് പറഞ്ഞാൽ ഈ മരുന്നോട്ടൊന്നും തീരില്ല. അപ്പോൾ ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസുമായി ബന്ധപ്പെട്ട് ഓർക്കേണ്ടതാണ്
സൂപ്പർ ബഗുകൾ. എന്താണ്? ആന്റിബയോട്ടിക്കുകളുടെ അശാസ്ത്രീയ ഉപയോഗം മൂലം ബാക്ടീരിയകൾ അവയ്ക്കെതിരെ പ്രതിരോധശേഷി കൈവരിക്കുന്ന അവസ്ഥ. ഇപ്പൊ നമ്മൾ അപര്യാപ്തത രോഗവുമായി ബന്ധപ്പെട്ട ഭാഗം പഠിച്ചു. ഇനി പാരമ്പര്യ രോഗങ്ങൾ, അതും കൂടി പഠിക്കാൻ നമ്മുടെ രോഗങ്ങളുടെ കാര്യം കഴിഞ്ഞു. പാരമ്പര്യ രോഗമാണ് ഹീമോഫീലിയ. എന്താ ഹീമോ എന്ന് പറഞ്ഞാൽ? ഇരുമ്പാണ്. ഇരുമ്പ് ഹിമോഗ്ലോബിൻ രക്തത്തിൽ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന പ്രോട്ടീനുകളുടെ ഉൽപാദനത്തെ നിയന്ത്രിക്കുന്ന ജീനുകളുടെ തകരാറ് മൂലം ചെറിവ് മുറിവുകളിൽ പോലും അമിത രക്തസ്രാവം ഉണ്ടാകുന്ന അവസ്ഥയാണ്. അപ്പോൾ ഹീമോഫീലിയ എന്ന് പറയുന്നത് അമിത രക്തസ്രാവമാണ്. ഹീമോ ഇരുമ്പ്, ഹീമോഗ്ലോബിൻ അത് രക്തത്തിൽ, അമിത രക്തസ്രാവം ഹീമോഫീലിയ. ഇനി 2 സസ്യരോഗങ്ങളെ കുറിച്ച് കൂടി പറയുന്നുണ്ട്. വാഴയുടെ കൊമ്പുരോഗം, കൂമ്പുരോഗമാണ്, കൊമ്പുരോഗമല്ല കൂമ്പുരോഗം, അത് വൈറസ് രോഗമാണ്. മരച്ചീനിയിലെ മൊസൈക്ക് രോഗം, അത് വൈറസ് രോഗമാണ്. വഴുതന, പയർ എന്നിവയിലെ വാട്ടം ബാക്ടീരിയൽ രോഗമാണ്. ഇപ്പൊ 2 വൈറസ് രോഗങ്ങളെ ഓർക്കുക. വാഴയുടെ കൂമ്പുരോഗം, കൂമ്പടയുന്ന രോഗം, അത് വൈറസ് രോഗമാണ്. മരച്ചീനിയിലെ മൊസൈക്ക് രോഗം, മൊസൈക്ക്, അതും വൈറസ് രോഗമാണ്. എന്നാൽ വഴുതന, പയർ എന്നിവയിലെ വാട്ടം അത് ബാക്ടീരിയൽ രോഗമാണ്. ഇപ്പൊ ബാക്ടീരിയയും വൈറസും ഉണ്ടാക്കുന്ന രോഗങ്ങളെ കുറിച്ചാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ റിംഗ്വേമിനും കാൻഡിഡിയാസിസിനും പൊതുവായുള്ള സവിശേഷത ഏത്? കാൻഡിഡിയാസിസ് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? കാൻഡിഡിയാസിസ്, നമ്മൾ കാൻഡി വെച്ചിട്ട് നമ്മളൊരു കാര്യം പഠിച്ചിട്ടുണ്ട്. അത് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഇവിടെ ഉണ്ട്, ഒന്ന് വെയിറ്റ് ചെയ്യൂ. ഇതുണ്ടോ? ഫംഗസ് മൂലമുണ്ടാകുന്ന രോഗമാണ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. എന്തെന്ന് പറയുന്നത്? കാൻഡിഡിയാസിസ്. ഇനി ഇവിടെ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ 2 പ്രോട്ടോസോവകൾ മൂലമാണ് ഉണ്ടാകുന്നത്. കാൻഡിഡിയാസിസ് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? ഫംഗസ് മൂലമാണ്, വട്ടച്ചൊറിയും മൂലമാണ്. നോക്കൂ, ഈ ചോദ്യം എവിടുന്നാ വന്നത്? അതേ ബുക്കിൽ നിന്ന്, അതേ ചാപ്റ്ററിൽ നിന്ന് 2ാമത്തെ ചോദ്യം. ഇതിലെ ഒരു ചോദ്യം ഒഴികെ ബാക്കിയൊക്കെ തന്നെ SCERT ബുക്കിലായിരുന്നു. ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ 10 ചോദ്യങ്ങളിൽ ബയോളജിയിൽ നിന്നുള്ള. ഇത് 10th പ്രിലിംസിലെ 3ാമത്തെ സ്റ്റേജ് ചോദ്യങ്ങളാണ് വിശദമായി നമ്മൾ ചെയ്യുന്നത്. അതിൽ 10ൽ 9 ചോദ്യവും എവിടെ നിന്നായിരുന്നു? SCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്നായിരുന്നു. അതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, പാഠത്തിന്റെ പേരും വെച്ചും കൊണ്ട്. അപ്പോ റിംഗ്വേം നമുക്കറിയാം, കാൻഡിഡിയാസിസും എങ്ങനെയുള്ള രോഗങ്ങളാണ്? ആ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ വന്നതാണ്. എങ്ങനെയുള്ള രോഗങ്ങളാണ്? 2ഉം ഫംഗസ് രോഗങ്ങളാണ്. പ്രത്യേകിച്ച് ഇനി കാൻഡിഡിയാസിസ് അറിയില്ലെങ്കിൽ റിംഗ്വേം ആണല്ലോ. ഇവിടെ പ്രോട്ടോസോവ എന്നാണ്. പ്രോട്ടോസോവ കൊണ്ടുണ്ടാവുന്നത് നമ്മൾ പഠിച്ചു. അമീബിക് മസ്തിഷ്ക ജ്വരം, മറ്റത് മലമ്പനി. ഇത് 2ഉമാണ് പ്രോട്ടോസോവ മൂലം ഉണ്ടാകുന്നത്. അപ്പൊ 2ഉം ഫംഗസ് മൂലമാണ് ഉണ്ടാകുന്നത്. അത് കറക്റ്റാ. ഏതാണ്? റിംഗ്വേമും കാൻഡിഡിയോസിസും. 2ഉം വായുവിലൂടെ മാത്രമാണ് പകരുന്നത്. 2നും രോഗഹേതു വിരകളാണ്. ഇവിടെ പൊതുവായ സവിശേഷത 2ഉം ഫംഗസ് മൂലമാണ് ഉണ്ടാകുന്നത് എന്നാണ്. ഇപ്പൊ നോക്കൂ, ഫംഗസ് രോഗങ്ങൾ അതേതാ? നമ്മുടെ റിംഗ്വേം, ത്വക്കിൽ വൃത്താകൃതിയിലുള്ള ചുവന്ന പാടുകൾ രോഗം ബാധിച്ച വ്യക്തികളുമായിട്ടുള്ള സമ്പർക്കമാണ്, അല്ലാതെ വായുവിലൂടെയല്ല, സ്പർശനമാണ്. കാൻഡിഡിയാസിസ് വായയിൽ വെളുത്ത പാട്, ചൊറിച്ചല്, അത് ബാധിച്ച ഭാഗത്ത് ചുവപ്പ് നിറം, തടിച്ചതും നിറം മങ്ങിയതുമായ നഖങ്ങൾ, ഇതൊക്കെ കാൻഡിഡിയാസിസിന്റെ കാരണമാണ്. അതും നേരിട്ടുള്ള സമ്പർക്കം, വ്യക്തിഗത വസ്തുക്കളും വസ്ത്രങ്ങളും പങ്കുവയ്ക്കൽ, ലൈംഗിക ബന്ധം വഴി, ഇതാണ് കാൻഡിഡിയാസിസ് പകരുന്നത്. ഇനി നമ്മൾ പ്രോട്ടോസോവ മൂലമുണ്ടാകുന്ന രോഗങ്ങൾ പഠിച്ചു. പ്ലാസ്മോഡിയം എന്ന ഏകകോശ പ്രോട്ടോസോവയാണ് മലമ്പനിക്ക് കാരണം. അമീബിക് മസ്തിഷ്ക ജ്വരം നെഗ്ലേറിയ ഫൗലേറി ആണ്. വിരകൾ മൂലം രോഗമുണ്ടാകും, അത് ഓർത്തിരിക്കണം. വിരകൾ മൂലമുണ്ടാകുന്ന രോഗമാണ് മന്ത്. ഫൈലേറിയൽ വിരകൾ മൂലമുണ്ടാകുന്ന രോഗമാണ്. ഇവ പരത്തുന്നത് ക്യൂലെക്സ് പെൺകൊതുകുകളാണ്. അപ്പൊ വിരകൾ മൂലമുണ്ടാകുന്ന രോഗം അത് ചോദിക്കാറുണ്ട്, അത് മന്താണ്. അത് ഫൈലേറിയൽ വിരകൾ മൂലമുണ്ടാകുന്ന രോഗമാണ്. ഇത് പരത്തുന്നത് ക്യൂലെക്സ് പെൺകൊതുകുകളാണ്. ഏത് കൊതുകുകളാണ്? ക്യൂലെക്സ് പെൺകൊതുകുകൾ. ഓർത്തിരിക്കണം, ചോദ്യം നിരന്തരം വരാറുണ്ട്. ചർമ്മരോഗവുമായി ബന്ധപ്പെട്ട ഒരു രോഗി ഈ സഞ്ജീവിനി സേവനം ഉപയോഗിക്കുന്നു. രോഗിയുടെ സമ്മതത്തോടെ ഡോക്ടർ രോഗിയുടെ പൂർവ്വകാല ഡിജിറ്റൽ ചികിത്സാ രേഖകളും
മരുന്ന് കുറിപ്പുകളും പരിശോധിക്കാൻ ആഗ്രഹിക്കുന്നു. ഇത്തരം വിവരങ്ങൾ ഡിജിറ്റലായി ലഭിക്കാൻ സഹായിക്കുന്ന സംവിധാനം ഏതാണ്? ഇതുമായി ബന്ധപ്പെട്ട ക്ലാസ് ബാക്കി നമുക്ക് ഇനി 4 ചോദ്യങ്ങൾ കൂടിയുണ്ട്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ തീർക്കാം. എന്നിട്ട് പിന്നീട് അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് കടക്കാം. ഓക്കെ, വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അത് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ മറക്കണ്ട. ഇതിൽ നിന്നുള്ള എക്സാമുകൾ PDF ഒക്കെ തന്നെ നിങ്ങൾക്ക് അവിടെ ഒറ്റ ക്ലിക്ക് ലഭിക്കും. ഇന്ന് പഠിക്കാൻ എന്നുള്ള ഭാഗത്ത് ഇന്ന് തന്നെ ജോയിൻ ചെയ്ത് ഇന്ന് പഠിക്കാൻ എന്നുള്ള ഭാഗം നോക്കി ഇന്ന് നിങ്ങൾക്ക് പഠിക്കാൻ ഇതല്ല തന്നിട്ടുള്ളത്, അത് പഠിച്ചു തുടങ്ങും. ഓക്കെ, വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.